ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ആരുടെയല്ല, എൻ്റെ മൂത്തമ്മയുടെ വീടാണ് ഇത്. ഫ്രണ്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാം കേട്ടോ. ഇതവരുടെ പഴയ വീടാണ്, അതിപ്പോൾ വാടക കൊടുത്തേക്കാണ്. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ പുതിയ വീട്. 7 വർഷമൊക്കെ ആയിട്ട് അവരുടെ വീട് പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അന്നത്തെ ഒരു മോഡലിലാണ് വീട്. ഇൻറ്റീരിയർ വർക്കൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട് ഗൈസ്. മൂത്താപ്പ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്തിട്ട് അവർക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കൃഷിയൊക്കെ ചെയ്യും. വീട്ടിൻ്റെ മുറ്റത്ത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഷീറ്റ് ഇട്ട് കേട്ടോ, തുണികളൊക്കെ വിരിച്ചിടാനും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും തുണികൾ വിരിച്ചിടാനും അങ്ങനെ. ഷൂ റാക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, പക്ഷേ ഷൂകളൊക്കെ പുറത്താണ്. നൈറ്റിലെ വ്യൂ ആണ് ഗൈസ്. വീടിൻ്റെ ഉൾവശമൊക്കെ നൈറ്റിലാണ് കേട്ടോ എടുത്തത്. പകലെടുക്കാൻ ടൈം കിട്ടിയില്ല, അപ്പോൾ രാത്രിയാണ് എടുത്ത്. കോണി ആരോ ഇവിടെ കൊടുന്ന് വെച്ചാണ് കേസ്, ഞങ്ങൾക്ക് പൊന്താത്തോണ്ട് മാറ്റണില്ല. 2700 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീട് വരുന്നത്. ഇത് കുറച്ച് മുമ്പ് ആയിട്ട് കണ്ട് അന്നത്തെ ഒരു മോഡലിലാണ് ടൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻറ്റീരിയർ വർക്കൊക്കെ ഇപ്പോൾ അടുത്ത് ചെയ്തതാണ് കേട്ടോ. ഇസ്ലാമിക് മെറ്റൽ വേളാർട്ട്, ഇതൊക്കെ ആമസോൺ പർച്ചേസ് ആണ്. ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്തെടുത്ത് ഗൈസ്. ഇതിന്റെ മൂത്തമ്മാന്റെ വീടാണ് കേട്ടോ. ഇത് സിറ്റൗട്ടില് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്ക് സീലിംഗ് വീട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ളായി വീട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോകാം. ഹലോ, 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമാണ്. താഴെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വീട് അവിടെ കിച്ചൺ അവർ യൂസ് ചെയ്യുന്നില്ല. പുറത്തേക്ക് വേറെ കിച്ചൺ എടുത്തേക്കാണ്. പിന്നെ ഹാള് എൽ ഷേപ്പ് ഹാളായിരുന്നു, അത് പാർട്ടീഷൻ ചെയ്തിട്ട് ഇങ്ങനെ ലിവിങ് ഏരിയയും ഡൈനിങ് ഹാളും ആക്കി ഇങ്ങനെ ഇൻറ്റീരിയർ ചെയ്തേക്കാണ്. 4 റൂമല്ല, സോറി 5 റൂമാണ്. മുകളിൽ 3 ബെഡ്റൂമാണ് വരുന്നത്, താഴെ 2 ബെഡ്റൂമും. ഇതിങ്ങനെ പാർട്ടീഷൻ ചെയ്തേക്കാണ്. അപ്പോൾ ടേബിള് അങ്ങനെ ഇവിടെ ഇങ്ങനെ സോഫ ഇടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എൽ ഷേപ്പ് ഒരു ഹാളാണ് വന്നിരുന്നു കേട്ടോ. പിന്നെ ഇസ്ലാമിക് മെറ്റൽ വളാർട്ട്, അതൊക്കെ നമ്മൾ ഓൺലൈൻ പർച്ചേസാണ് കേട്ടോ. ആമസോണിൽ നിന്ന് ഞാൻ തന്നെയാണ് അവർക്ക് ഓർഡർ ചെയ്ത് കൊടുത്തത്.
ഈ ഫ്ലവറും പോട്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ പ്രത്യേകം സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്കൊരു പ്രത്യേക ലുക്ക് തോന്നുന്നുണ്ട്. ഇത് നല്ല ഭംഗിയില്ലേ? ഇത് ടേബിളിടുന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ തന്നെയാണ് വാഷിംഗ് ഏരിയയും. ഇത് അവിടെ ചെയ്ത വർക്കാണ് സീലിങ്. ഇതവിടെ ഹാങ് ചെയ്ത ലൈറ്റാണ് വരുന്നത്. ടേബിളൊക്കെ മുൻപ് വൈറ്റ് ഗ്ലാസ് ആയിരുന്നു കേട്ടോ, സാധാരണ നോർമൽ ഗ്ലാസ് ആയിരുന്നു. ഇങ്ങനെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വൈറ്റ് കളർ ആക്കിയതാണ്. ഇത് വാഷിംഗ് ഏരിയ. ഒരു ഗോൾഡൻ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഗ്ലേസിങ്ങിലൊരു ടൈപ്പ് ഫാബ്രിക്കേഷനാണ് കേട്ടോ വാഷിംഗ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹാളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം തോന്നിയിരുന്നു കേട്ടോ മുൻപ്. അപ്പോൾ ഇതിങ്ങനെ പാർട്ടീഷൻ ചെയ്തപ്പോൾ കുറച്ച് ചെറുതായ പോലെയാണ് തോന്നുന്നത്. എന്നാലും മൊത്തത്തിൽ കാണാൻ ഭംഗിയുണ്ട്. താഴെ വരുന്ന 2 ബെഡ്റൂമാണ് കേട്ടോ ഇത്. രണ്ടിലും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വരുന്നത്. പിന്നെ മുകളിൽ 3 ബെഡ്റൂം അങ്ങനെയാണ്. പ്ലാന്റ്സും പോട്ടൊക്കെ ഓൺലൈൻ പർച്ചേസാണ്. അതുപോലെ സ്റ്റാൻഡ് ഒക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. റൂമൊന്ന് ഫുള്ളായി കാണിക്കുന്നുണ്ട്. റൂമൊക്കെ അത്യാവശ്യം പാകത്തിനുള്ള വലിപ്പം തന്നെ ഉള്ളിട്ട് വരുന്നു. ഓവറായിട്ടുള്ള വലിയ റൂമുകളൊന്നുമല്ല. പിന്നെ കട്ടിലകളൊക്കെ ബെഡൊക്കെ അന്നത്തെ മോഡലിലുള്ളതാണ്. പിന്നെ ഇറങ്ങി ബോക്സ് ടൈപ്പ് കട്ടിലകളൊക്കെ കേട്ടോ. അതൊന്ന് താഴത്തെ വേറെ ബെഡ്റൂം. റൂമിലും ബാത്റൂം വരുന്നുണ്ട്. കബോർഡ്സൊക്കെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ. മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ 3 ബെഡ്റൂം, സിറ്റ് ഔട്ട്, ഓപ്പൺ ഏരിയ, ഹാള് അങ്ങനെ വരുന്നത്. ലൈറ്റിന് കേസ് നല്ല ഭംഗിയില്ലേ? അത് കുറേ മുമ്പ് മേടിച്ചാണ് കേട്ടോ. അതുപോലെ ഈ പ്ലാന്റും ഒക്കെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ഉണ്ട്.
ഇതാണ് മുകളിലത്തെ വേറൊരു ബെഡ്റൂം. സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂംസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഒന്ന് യൂസ് ചെയ്യാൻ അവിടെ ആരുമില്ല കേട്ടോ. മുത്തമ്മയുടെ മക്കളും മരുമക്കളൊക്കെ വിദേശത്താണ്. അവരെപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോഴാണ്. ചെറിയ മോന് മാത്രമേ ഉള്ളൂ കേട്ടോ അവരുടെ കൂടെ. പിന്നെ ഒരു ബെഡ്റൂമാണിത്. അങ്ങനെ 3 ബെഡ്റൂമാണ് മുകളിൽ വരുന്നത് കേട്ടോ. ഇത് ചെറിയ മോൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. ഇതിലും സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സീലിങ്ങൊക്കെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. കാരണം വീട് കുറച്ച് പഴയ മോഡലാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് മോഡലാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റീരിയർ ഒരു അത്യാവശ്യം എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമുകളിലൊക്കെ മൾട്ടിവുഡിലാണ് കബോർഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുക്കളയിൽ ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ടും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മുകളിൽ നല്ല വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈലൊക്കെ ഇപ്പോഴത്തെ മോഡലൊന്നുമല്ല, കുറച്ച് മുമ്പ് കയറ്റിയ വീടായതുകൊണ്ട് തന്നെ ടൈലൊക്കെ അന്നത്തെ ഒരു മോഡലിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. എന്നാലും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം മോഡലാക്കാൻ നോക്കിയിട്ടുണ്ട് വീട്. പിന്നെ മുകളിൽ ഓപ്പൺ ടെറസാണ് വരുന്നത്. മുകളിലപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. താഴെ കിച്ചണ് കാണാനുണ്ട്. ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ്. കിച്ചണല്ല, യൂസ് നടക്കുന്നില്ല കേട്ടോ. കിച്ചണ് വേറെ ഒരു പുറത്തേക്ക് ഇറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടൈലൊക്കെ അന്നത്തെ ഒരു മോഡലിലാണ് കിച്ചണിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ ഇവിടെ വേറെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നിസ്കരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യൽ. റാക്കിലൊക്കെ ഫുള്ള് ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്നിട്ട് വർക്ക് ഏരിയയാണ് അവരാദ്യം യൂസ് ചെയ്തിരുന്നത്. ഇവിടെ പാത്രം കഴുകണ, അതുപോലെ അടുപ്പാണ്. ഇവിടെ അടുപ്പാണ്. അവിടെ ഇപ്പോൾ ലഗേജസാണ്, അതിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ അതുപോലെ സ്റ്റോർ റൂം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴത്ത് അടുക്കള എടുത്തുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതാണ് ഇങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കബോർഡ്സ്, അതുപോലെ സ്റ്റോർ റൂം ഒക്കെ ഇവിടെയാണ്. ഈ ടൈലൊക്കെ ഓൾഡ് മോഡലാണ്, പറഞ്ഞില്ലേ. അന്ന് പണിതുകൊണ്ട് അന്നത്തെ ഒരു മോഡലിലാണ് ടൈലൊക്കെ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ അതിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എല്ലാ റേക്കിലും ഒരു ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുണ്ട് സ്റ്റോർ റൂം. ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഇങ്ങനെ കിച്ചൺ ആക്കി.
ഇതാണ് ഞാൻ പറഞ്ഞത്, അവർ വേറെ സെപ്പറേറ്റ് കിച്ചൺ എടുത്താണ്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആയിരുന്നു, വീടിൻ്റെ ബാക്ക് സൈഡായിരുന്നു, അങ്ങനെ ഒരു കിച്ചൺ ആക്കിയതാണ്. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലൊക്കെ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ വൃത്തികേടാവില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കഴിയും. ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഇവിടെ തന്നെ കേട്ടോ. കുട്ടികൾക്ക് ഉണ്ടാക്കിയതാണ് ചെറിയ വാഷ് ബേസ്. ചെറിയ മോനാണ് കേട്ടോ, കളിയാക്കണം. അപ്പോൾ ഇത്ര ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.